വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് യു കെ ടോക്കിംഗ്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ജോബ് ആപ്ലിക്കേഷൻ, ഒരു ജോബ് ഇൻ്റർവ്യൂ എങ്ങനെ സക്സസ്ഫുൾ ആക്കാം, എങ്ങനെ നമുക്കൊരു ജോബ് സക്സസ്ഫുൾ ആക്കാം എന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ, നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക മറക്കരുത്. ഓക്കെ, സോ നമ്മൾ ജോബ് ഇൻ്റർവ്യൂവിന് വേണ്ട 4 സ്റ്റെപ്സ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഇൻ്റർവ്യൂവിന് വേണ്ട CV and cover letter, then one-to-one assessment, like one-to-one consultation is the same, and third one is job application, and fourth one, the main thing, is interview preparation. So this is the 4 steps we are giving to the candidate. So ഇതാണ് നമ്മുടെ 4 services നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പാണ് CV and cover letter. നമ്മൾ പറയും ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു ജോബ് ആപ്ലിക്കേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പാണ് CV കവർ ലെറ്ററും. നമ്മൾ ഡിഫറെൻറ്റ് കൺട്രീസിനനുസരിച്ച്, ഇപ്പോൾ UK ഒരു വേറെ പാറ്റേൺ ആണ് CVs, ന്യൂസിലാൻഡിലാണെങ്കിൽ വേറെയാണ്. നമ്മൾ ചെയ്തു കൊടുക്കുന്നത് ഡിഫറെൻറ്റ് കൺട്രീസിനാണ്, ഒരു ഇൻ്റർനാഷണൽ ബേസ്ഡ് ആണ് നമ്മൾ CVസും കവർ ലെറ്ററും ചെയ്തു കൊടുക്കുന്നത്. രണ്ടാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ one-to-one കൺസൾട്ടേഷനാണ്. നമ്മുടെ സ്റ്റാഫ്സ് 24 hours അവൈലബിൾ ആയിരിക്കും. നമുക്ക് US ക്ലയൻസ് ഉണ്ട്, ന്യൂസിലാൻഡിൽ നിന്നുണ്ട്, കാനഡ, UK, ഇന്ത്യ. സോ നമ്മൾ ഡിഫറെൻറ്റ് കൺട്രീസിൽ ഡീൽ ചെയ്യുമ്പോൾ ഡിഫറെൻറ്റ് സ്റ്റാഫ്സ് നമുക്ക് അലൗഡ് ആണ്. സോ എല്ലാവരും അവൈലബിൾ ആയിരിക്കും നിങ്ങൾക്ക് വേണ്ടി. നമ്മൾ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ അവരെ കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ഏത് പ്രൊഫഷനാണ്, എക്സാമ്പിൾ നിങ്ങളൊരു ഷെഫ് ആണെങ്കിൽ ആ ഫീൽഡിലുള്ള ഒരു നോളജുള്ള ഒരു സ്റ്റാഫായിരിക്കും നിങ്ങൾ ഡീൽ ചെയ്യുന്നത്. അതുപോലെ ഡിഫറെൻറ്റ് പ്രൊഫഷണൽസ്, അക്കൗണ്ടൻസ്, ഇപ്പോൾ ഒരു NHS ജോബാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ, ഒരു നഴ്സിംഗ്, അങ്ങനെ എല്ലാ ഫീൽഡിലും നമുക്ക് എന്താ പറയുക, സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള പ്രൊഫഷണൽസ് ഉണ്ട് നിങ്ങൾക്ക് കൺസൾട്ട് ചെയ്യാൻ വേണ്ടി. നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്പർ 3 ജോബ് ആപ്ലിക്കേഷനാണ്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു CV കവർ ലെറ്റർ, സെക്കൻഡ് നമ്മൾ പറഞ്ഞു one-to-one കൺസൾട്ടേഷൻ, നമ്മൾ സ്റ്റാഫ് കോൺടാക്ട് ചെയ്യും. തേർഡ് വൺ ആണ് നമ്മുടെ ജോബ് ആപ്ലിക്കേഷൻ. അപ്പോൾ ഓരോ ജോബ്സും നമ്മൾ വിചാരിക്കും എല്ലാ ജോബിനും ഒരു CV മതിയെന്ന്. അതൊരു റോങ് ആയിട്ടുള്ളൊരു തിങ് ആണ്. നമ്മൾ ഓരോ ജോബ് അപ്ലൈ ചെയ്യുമ്പോഴും നമുക്ക് അതിൻ്റേതായ ഗൈഡൻസ് നമുക്ക് തരും. അതായത് അതിൽ കീവേഡ്സ് ഉണ്ടായിരിക്കാം. ഇപ്പോൾ അക്കൗണ്ടൻറ്റിന് തന്നെ നമ്മൾ ഒരു ജോബ് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും സെയിം CV അപ്ലോഡ് ചെയ്താൽ മതിയെന്ന്. ആക്ച്വലി അങ്ങനെയല്ല. ഒരു ജോബ് ആപ്ലിക്കേഷൻ വരുമ്പോൾ ഓരോ ജോബിനും, അതായത് ഓരോ സ്ഥലത്തും ഡിഫറെൻ്റ് ആണ് നമ്മൾ കീവേഡ്സ് കൊടുക്കുന്നത്, അതിൽ കീ സ്കിൽസ് കൊടുക്കുന്നത്, റെസ്പോൺസിബിലിറ്റീസ് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാം നിങ്ങളുടെ ഈ സ്റ്റാഫ് നിങ്ങൾ കോൺടാക്ട് ചെയ്യുമ്പോൾ അവർ ഗൈഡൻസ് തന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് നിങ്ങൾ എവിടെയും സ്റ്റക്കായി പോവില്ല. എല്ലാറ്റിനും പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസും, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും അവർ ക്ലിയർ ചെയ്തിരിക്കും. അതാണ് തേർഡ് സ്റ്റെപ്പ്. ഇനി പറയാൻ പോകുന്നത് ലാസ്റ്റ് സ്റ്റെപ്പാണ്. അതുപോലെ തന്നെ ഇതിലെ മെയിൻ സ്റ്റെപ്പാണ് ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ. നമ്മൾ നല്ല CV കവർ ലെറ്ററും കൊടുത്ത് one-to-one അസസ്മെൻറ്റ് കൺസൾട്ടേഷൻ ചെയ്ത് തേർഡ് വൺ ആയിട്ടുള്ള ജോബ് ആപ്ലിക്കേഷൻ കൊടുത്ത് നമുക്ക് അവസാനം ഒരു ഇൻ്റർവ്യൂവിന് ഒരു കോൾ വരും, നമുക്ക് മെയിൽ വരും. നമ്മൾ നല്ല രീതിയിൽ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇൻ്റർവ്യൂ കോൾ വരുമ്പോൾ നമ്മൾ ഇനി ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യണം. നമുക്കറിയില്ല എന്ത് ക്വസ്റ്റ്യൻസ് ആണ് ഓരോ കൺട്രീസിലും ചോദിക്കുക, ഓരോ ഇൻ്റർവ്യൂവറും എന്ത് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റേതായ ക്വസ്റ്റ്യൻ ആൻസേഴ്സിന് നമുക്ക് ഗൈഡൻസ് തരും. എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, ഏത് ടോപ്പിക്സ് ആണ് വരിക. ഇപ്പോൾ എഞ്ചിനീയറിംഗ് ഫീൽഡാണ്, ഡോക്ടർ ഫീൽഡാണ്, ഏത് ഫീൽഡ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും അവർ പ്രൊവൈഡ് ചെയ്യും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും അവർ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഇൻ്റർവ്യൂ നന്നായി അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്യാനുള്ള എല്ലാ ഗൈഡൻസും എല്ലാ മെറ്റീരിയൽസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ എല്ലാ പ്രൊഫഷനിലുള്ളവരാണെങ്കിലും, ഇപ്പോൾ നമ്മൾ ഡോക്ടേഴ്സ് ആയാലും എഞ്ചിനീയേഴ്സ് ആയാലും ഏത് പ്രൊഫഷനായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ നമ്മൾ അതിനുള്ള കോൺടാക്ട് നമ്പറും മെയിൽ അഡ്രസ്സും നമ്മളിതിൻ്റെ വീഡിയോസിൻ്റെ താഴെ കൊടുക്കുന്നുണ്ട്, കമൻസിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് പോയി നോക്കാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം, കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. കോൺടാക്ട് ചെയ്യുമ്പോൾ നമ്മൾ എല്ലാവിധ ഗൈഡൻസും തരുന്നതായിരിക്കും. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഒരു ജോബ് എങ്ങനെ, കുറേ പേര് നമുക്കറിയാം, എന്നെ കുറേ പേര് കോൺടാക്ട് ചെയ്യുന്നുണ്ട്, ഹൗ ടു ഗെറ്റ് എ ജോബ് ഹിയർ, എങ്ങനെ നമുക്ക് CV ഉണ്ടാക്കാം, കുറേ എൻക്വയറീസ് വരുന്നുണ്ട്. നമ്മുടെ കുറേ ക്ലയൻസ് ഓൾറെഡി ജോബിന് കയറി, NHS ജോബായാലും സപ്പോർട്ടിങ് ഇൻഫർമേഷൻ കൊടുക്കാനായാലും കുറേ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരെല്ലാം ഹാപ്പിയാണ്. കുറേ സക്സസ്ഫുൾ കാൻഡിഡേറ്റ്സ് നമുക്കുണ്ട്. നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ഇപ്പോഴേ അവൈലബിൾ ആയിരിക്കും. അതാണ് നമ്മുടെ ഏറ്റവും വലിയ പോസിറ്റീവ്. സോ നിങ്ങൾ ആരും പേടിക്കേണ്ട, വേഗം പോയി കോൺടാക്ട് ചെയ്തോളൂ. നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്.
മറ്റൊരു വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.